വിവാദമായ പാതിവില തട്ടിപ്പ് കേസിൽ ഇരയായവർ പ്രതി അനന്തകൃഷ്ണന്റെ തൊടുപുഴ കോളപ്രയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. വീടിന് മുന്നിൽ പട്ടിണി സമരം ഇരുന്നവരെ അനന്തകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ ചോദ്യം ചെയ്തത് നേരിയ സംഘർഷത്തിനുമിടയാക്കി. നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടും വരെ സമരം തുടരുമെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. വോയിസ് ഓഫ് വിമൻ എന്ന പേരിൽ തട്ടിപ്പിനിരയായ സ്ത്രീകളുടെ നേതൃത്വത്തിലായിരുന്നു അനന്തകൃഷ്ണന്റെ വീടിന് മുന്നിൽ സമരം. ജാഥയായി എത്തിയ പ്രതിഷേധക്കാർ അനന്തകൃഷ്ണന്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്നു. ഇലയിൽ കല്ല് വിളമ്പി മുദ്രാവാക്യം വിളിച്ചു. നഷ്ടപ്പെട്ട തുക തിരികെ ലഭിക്കണമെന്നായിരുന്നു സമരക്കാരുടെ ആവശ്യം. ഒരുപക്ഷെ അന്വേഷണം തുടങ്ങി 6 മാസമായിട്ടും ഈ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലെത്തിയ 1000-ലധികം കോടി രൂപ എങ്ങോട്ട് പോയി എന്നോ, ഈ തുക ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് അനധികൃതമായി പോയിട്ടുള്ളതെന്നോ, അല്ലെങ്കിൽ അനന്തകൃഷ്ണൻ അനധികൃതമായി വാങ്ങിക്കൂട്ടിയിട്ട സ്വത്തുക്കളെ അന്വേഷിക്കാനോ ഒന്നും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും പോലീസും തയ്യാറാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പട്ടിണി സമരവുമായി അനന്തകൃഷ്ണന്റെ വീട്ടിലേക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. സമരത്തെ ചോദ്യം ചെയ്ത് അനന്തകൃഷ്ണന്റെ വീട്ടുകാർ പുറത്തെത്തിയത് സംഘർഷത്തിൽ കലാശിച്ചു. പിന്നീട് പോലീസ് എത്തിയാണ് സംഘർഷം നിയന്ത്രിച്ചത്. എന്നാൽ തട്ടിപ്പുമായി ഒരു ബന്ധവുമില്ലെന്നും കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും അനന്തകൃഷ്ണന്റെ സഹോദരി പറഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ടും തട്ടിപ്പിനെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങുമെത്താത്തത് ദുരൂഹമാണെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. തട്ടിപ്പിനിരയായവർക്ക് പണം തിരികെ ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായുള്ള ഇടപ്പള്ളി അരൂർ ഉയരപാത സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയരമുള്ള എലിവേറ്റഡ് ഹൈവേ എന്ന് ഹൈബി ഈഡൻ എം പി. 3000 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവായി പ്രതീക്ഷിക്കുന്നത്. DPRന് അംഗീകാരം നൽകാൻ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. ഇടപ്പള്ളി, പാലാരിവട്ടം, വൈറ്റില, കുണ്ടന്നൂർ എന്നീ പ്രദേശങ്ങളിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമായാണ് എലിവേറ്റഡ് ഹൈവേ സ്ഥാപിക്കുന്നത്. ഏകദേശം 3000 കോടി രൂപയാണ് പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത്. പല സ്ഥലങ്ങളിലും 45 മീറ്റർ എന്ന നിയമപ്രകാരമുള്ള ക്യാരേജ് വേ ഉണ്ടാക്കാനും ഉചിതം ഉയരപാത തന്നെയാണ്. ഇതിന്റെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ഹൈബിയുടെ എം പി പറഞ്ഞു. എത്രയും വേഗത്തിൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ DPRന് അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ്. ഏകദേശം 3000 കോടി രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്കമാലി കുണ്ടന്നൂർ ദേശീയ പാതയുടെ സമാന്തര പാത പോലെ തന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പോർട്ട് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നെട്ടൂരിൽ നിന്ന് ആരംഭിക്കുന്ന പുതിയ ഹൈവേ പോലെ തന്നെ ഇത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനായി നെട്ടൂര് ഇതുമായി ബന്ധപ്പെട്ട് മാറാൻ പോവുകയാണ്. DPRന് സാങ്കേതികമായ കാലതാമസമുണ്ടായി. അതിന് സാങ്കേതിക വശം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് DPR അംഗീകരിക്കാൻ താമസിക്കുന്നതെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. DPRന് അംഗീകാരം നൽകാൻ നിതിൻ ഗഡ്കരിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണിത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നെട്ടൂർ കേരളത്തിലെ തന്നെ ഒരു വലിയ ജംഗ്ഷനായി മാറും. വളരെ പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച്. അവർ അതിൻ്റെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിന് കുറച്ച് സാങ്കേതികമായ കാലതാമസം ഉണ്ടായത് അതിൻ്റെ ഒരു ടെക്നിക്കൽ ഫീസിബിലിറ്റി കൂടി. കാരണം ഈ മെട്രോ കടന്നു പോകുന്ന 2 ജംഗ്ഷനുകൾ, വൈറ്റില, പാലാരിവട്ടം, അതുപോലെ തന്നെ ഇടപ്പള്ളി, 3 ജംഗ്ഷനുകൾ പിന്നിട്ടിട്ടായിരിക്കണം ഈ ഉയരപാത കടന്നു വരേണ്ടത്. അതിൻ്റെ സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. പക്ഷേ DPR പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേശീയപാത നിർമ്മാണം മറ്റു സ്ഥലങ്ങളിൽ പൂർത്തിയാകുന്നതോടെ ഇടപ്പള്ളി വരെ 6 വരിപ്പാതയിൽ വാഹനങ്ങൾക്ക് അതിവേഗ യാത്ര സാധ്യമാകും. എന്നാൽ ഇടപ്പള്ളി അരൂർ റീച്ച് 4 വരിപ്പാതയായി തുടരുന്നത് പ്രദേശത്ത് ഗതാഗതക്കുരുക്കിന് കാരണമാവുകയും ചെയ്യും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഉയരപാത നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് MP ആവശ്യപ്പെട്ടത്. പാലാരിവട്ടം ബൈപ്പാസിൽ നിർദ്ദിഷ്ട മെട്രോയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്ന വിധത്തിലാണ് ആകാശപാത നിർമ്മിക്കുക. ന്യൂസ് 18 കൊച്ചി. കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. പ്ലാമുടി, കൂവക്കണ്ടം, ചേനിക്കുഴി, വടക്കുംഭാഗം, വാവേലി പ്രദേശങ്ങളിൽ കാർഷിക വിളകൾക്ക് കനത്ത നാശനഷ്ടമാണ് വരുത്തിയത്. ഏറ്റവും പ്രശ്നക്കാരൻ മുറിവാലൻ കൊമ്പനാണ്.
പടക്കം പൊട്ടിച്ചാൽ പോലും ഈ ആന പിന്തിരിയാത്തത് നാട്ടുകാരെയും വനപാലകരെയും കുഴപ്പിക്കുന്നുണ്ട്. 2 ദിവസം മുൻപ് പ്ലാമുടി ഭാഗത്ത് വീടുകൾക്ക് സമീപം വരെ ആനകൾ എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ ചീനിക്കുഴി ഭാഗത്ത് മനോജ് എന്ന കർഷകന്റെ റംബൂട്ടാൻ, പൈനാപ്പിൾ, ഫെൻസിംഗ് തുടങ്ങിയവ ആനക്കൂട്ടം നശിപ്പിച്ചു. വൈദ്യുതി കമ്പിയിലേക്ക് കൂറ്റൻ പനമരങ്ങൾ മുറിച്ചിട്ട് ലൈനുകൾ തകർത്തതിനാൽ വൈദ്യുതി തടസ്സവും ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ നേരെ നമ്മൾ ടോർച്ച് അടിച്ച് നമ്മുടെ ജനവാസ മേഖലയിൽ ആന ഇറങ്ങി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടോർച്ച് അടിച്ച് അതിനൊന്ന് ഓടിച്ചു വിടാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ടോർച്ച് വട്ടത്തിന്റെ നേരെ ആന വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ ഈ ആന കാണിച്ചത്. കാരണം ഫോറസ്റ്റുകാർക്ക് വരെ ഈ ആനനെ പേടിയാണ് ഇപ്പൊ. അപ്പൊ അങ്ങനെ അത്രയ്ക്കും പ്രശ്നക്കാരനായ ആനേനെ ഈ നാട്ടിൽ നിന്ന് ജനങ്ങൾക്ക് ജീവന് ഭീഷണിയാവാ, ആരെങ്കിലും ആന കൊല്ലുന്നതിന് മുമ്പായിട്ട് അധികാരികൾ ഇടപെട്ട് ഈ സാധനത്തിന് ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും, ഈ നാട്ടിലെ എല്ലാവരുടെയും ആഗ്രഹം. അതാണ് അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തന്നെ.